ദൃശ്യങ്ങൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പുള്ള ചരിത്രമാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷമുള്ള ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ മറ്റൊരു പേര് ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നാണ്. സാധാരണക്കാരായ ചില വ്യക്തികളിൽ പരിശുദ്ധാത്മശക്തി വ്യാപരിച്ചപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തി. ഞാൻ ഈ സ്റ്റേജ് വന്ന് കയറിയപ്പോൾ മുതൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മശക്തി നിങ്ങളെ അസാധാരണക്കാരനാക്കി മാറ്റും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് അപ്പോസ്തലന്മാർ സ്വന്തം പ്രാണനെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പ്രാണനേക്കാളധികം യേശുവിനെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ എടുത്തിയാട്ടക്കാരനായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ശാന്തരായി മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ധൈര്യഹീനനായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ധൈര്യശാലികളായി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് കൊല്ലുന്ന ശുശ്രൂഷയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ജീവിപ്പിക്കുന്ന ശുശ്രൂഷയായി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുന്നവരായി. പരിശുദ്ധാത്മാവിനെ ഇതൊക്കെ വിവരിക്കേണ്ട നേരമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് എന്തു പറഞ്ഞാലും കണക്ക് പറയുന്നവരായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം കണക്കിലധികം വിശ്വാസമുള്ളവരായി മാറി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് എപ്പോൾ അവർ വാതുറന്നാലും ഇവിടെ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ഇവിടെ എനിക്ക് എന്നാ കിട്ടുമെന്നല്ല, എൻ്റെ കർത്താവിന് വേണ്ടി എന്നാ ചെയ്യാൻ കഴിയുമെന്നാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും മുമ്പ് വല്ലവിധേനയും ജീവൻ രക്ഷിപ്പാൻ ഓടിയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ നിങ്ങൾ തലമേളായി ക്രൂശിച്ചെങ്കിൽ നിങ്ങൾ എന്നെ തലക്കീഴായി ക്രൂശിക്കുക. അവന് വേണ്ടി പ്രാണം വെക്കുവാൻ അവർ തയ്യാറായി. ദൈവമക്കളെ, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന പെന്തക്കോസ്തുകാരെ നമ്മെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പണമല്ല, കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, ഡോളറല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, കോട്ടയം പട്ടണത്തിലുള്ള എല്ലാ പെന്തക്കോസ്ത് ഹോളൂടെ വിറ്റുപെറുക്കിയാലും ദേവലോകം അരമന വാങ്ങാനുള്ള കാശ് കിട്ടില്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ, എല്ലാം കൂടെ വെറ്റുപെറുക്കിയാലും ഇവിടുത്തെ അവരുടെ സെമിനാരിയോ അവരുടെ ബിഷപ്പ് ഹൗസോ ഒന്നും വാങ്ങാൻ കാശ് കിട്ടില്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പിതാക്കന്മാർ അമ്പരചുംബികളായ ദൈവാലയങ്ങളിൽ ആരാധിച്ചു കൊണ്ടിരുന്നവരാണ്. 1500ഉം 2000ഉം അംഗങ്ങളുള്ള ആരാധനാലയങ്ങളിൽ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. അവിടെ ധൂപക്കുറ്റി ഉണ്ടായിരുന്നു, മധുവായി ഉണ്ടായിരുന്നു, സ്ഥാനവസ്ത്രം ധരിച്ച് പുരോഹിതന്മാരുണ്ടായിരുന്നു, അമ്പരചുംബികളായ ദൈവാലയങ്ങൾ ഉണ്ടായിരുന്നു. ഈ 1000ഉം 1500ഉം ആളുകൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങളിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി വന്നത് 15ഉം 20ഉം 30ഉം പേരുള്ള കൂട്ടങ്ങളിലാണ്. ഇവിടെ ആരാധനാലയങ്ങളില്ലായിരുന്നു, വാടക കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുതന്നെ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. അപ്പം ഇവിടേക്ക് ആളുകൾ വന്നത് പ്രസ്ഥാനത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ടല്ല, നേതാക്കന്മാരെ കണ്ടുകൊണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കണ്ടുകൊണ്ടാണ്. ഇന്നും ആരെങ്കിലും പെന്തക്കോസ്തി വരുന്നെങ്കിൽ നിന്റെ സ്ഥാപനത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ടല്ല, പ്രസ്ഥാനത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കണ്ടുകൊണ്ടാണ്. വായും തുറന്ന് കരമൊന്നടിച്ച് ശക്തിയോട് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. ഒരു പ്രസംഗം കേൾക്കാനല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാനിരിക്കുക. ദോഷ്ടപിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി തുറന്നു വരുന്ന രാത്രി എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് വാതുറന്ന അന്യ ഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ആരും മൗനമായിരിക്കരുത്. ശക്തിയോടെ എല്ലാവരും ആരാധിച്ചാട്ട് ശക്തിയോടെ. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചുകൊണ്ടിരുന്നിടത്ത് അമ്പരചുംബികളായ ദൈവാലയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മധുവായി ഉണ്ടായിരുന്നു, അവിടെ ധൂപക്കുറ്റി ഉണ്ടായിരുന്നു, അവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു. നമ്മൾ വന്ന ഇവിടെ മധുവായില്ല, ഇവിടെ ധൂപക്കുറ്റിയില്ല, ഇവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരില്ല. എന്നാൽ അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ട്, അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. കൈയടിച്ചോ, വാ തുറന്നോ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. അവിടെ ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ട്. മക്കളെ, ആത്മാ നിറവിൽ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഇതിന്
നമ്മുടെ സമയച്ചുരുക്കം കൊണ്ട് പല കാര്യങ്ങൾ പ്രസംഗിക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് യെരുശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടതായി നമ്മൾ വായിക്കുന്നുണ്ട്. പാസ്റ്ററെ, ആരാ വായിക്കുന്നത്? ഒന്ന് വായിച്ചോ, പെട്ടെന്നൊന്ന് വായിച്ചോ. അഭിഷേകം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ എന്നറിയാം. നമ്മൾ വായിച്ച കുറിവാക്യം ചിതറിപ്പോയവർ അവിടവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചെന്നാണ്. അപ്പൊ തുടക്കം ഇങ്ങനെയാണ്: ആ നാളിൽ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു, സഭയെ പീഡിപ്പിച്ചു. സഭയെ ഉപദ്രവിക്കാൻ, സഭയെ പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചു. സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. സഭ മണവാട്ടിയാണ്, ക്രിസ്തു മണവാളനാണ്. സഭ കാന്തയാണ്, ക്രിസ്തു കാന്തനാണ്. നിങ്ങളുടെ ഭാര്യമാരെ ഉപദ്രവിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? സോദരം. അപ്പം ദൈവം തമ്പുരാൻ അനുവദിച്ചു. ഇന്ന് രാത്രി ഞാൻ നിന്നോട് യേശുവിൻ്റെ നാമത്തിൽ പറയാം, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കില്ല. നിങ്ങൾ സോദരമൊന്നും പറയുന്നില്ലല്ലോ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. കയ്യൊന്നടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്തലയിലെ മൂടികളുമെല്ലാം, മോനെ ഇത് വായിക്കുന്ന അറിയുന്നേ, നിർണയം അവൻ എണ്ണി അറിയുന്നു. കൈയടിച്ചേ. എന്താലയിലെ മൂടികളുമെല്ലാം നിർണയം ഒന്നാതിൽ ഇല്ലാത്തു. ഉന്നതനറിഞ്ഞേ. നിക്കണേ, പോലെ. എന്താ പാടിയത്? എന്താ പാടിയത്? തലയിലെ മുടികളെല്ലാം ആരെണ്ണെന്നാ? തമ്പുരാൻ. തലയിലെ മുടി എണ്ണി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല. തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാമോ? അതുകൊണ്ട് നാളെ അങ്ങ് എണ്ണിയേക്കാവെന്ന് വെച്ച് പരസ്യമായി ഇന്ന് തലമുടി എണ്ണരുത്, വല്ലോടും കൊണ്ട് അഡ്മിറ്റാക്കും. തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയില്ല ദൈവദാസ. ഞാൻ ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ അതിൽ വായിച്ചു, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 3 ലക്ഷം തലമുടി നാരുണ്ടെന്ന്. അത് വായിച്ചപ്പോഴാണ് തോമസ് പാസ്റ്റർ വാക്യത്തിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയത്, ഈ പാട്ടിൻ്റെ മർമ്മം മനസ്സിലായത്. 3 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ എൻ്റെ ദൈവം അറിയുമെങ്കിൽ ഒരു തല മാത്രമുണ്ട്, തലവേദന കർത്താവ് അറിയില്ലയോ? ഓഷാ റൊഗോനിയ. 3 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു ഹൃദയം മാത്രമുണ്ട്, ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? 3 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു വയറ് മാത്രമല്ല, വയറിൻ്റെ വിശപ്പ് ദൈവം അറിയുന്നില്ലയോ? 3 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ എൻ്റെ ദൈവം അറിയുമെങ്കിൽ 2 കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ അവരുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? പിശാചികൾക്ക് ഈ രാത്രി വിളിച്ചു പറ, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. കരമടി, വാതുറക്ക്. ഓ ഷറഖനിയ, അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. എന്താ പാട്ടുകാരൻ പാടിയേ? എന്താ പാട്ട് മോനെ? പാട്ടുകാരാ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേ നീ കഴിച്ചേ ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കും ദോഷം ചെയ്യുവാൻ. ശക്തിയോടെ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയും. ഓ തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാനീടുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ഇഷ്ടം വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. ഓ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം
ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നും ഞാൻ അറിയുന്നു, സംഗീതമാണെന്നും ഞാൻ അറിയുന്നു. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. നാം വിധിയിൽ വിശ്വസിക്കുന്നില്ല, ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നു. നാം കഷ്ടകാലത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവിക നടത്തിപ്പിൽ വിശ്വസിക്കുന്നു. വാ തുറക്ക്. ഇന്നലെ രാത്രി വരെ ഇരുന്ന പോലെ ഇന്ന് രാത്രി ഒന്നും ഇരിക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചികൾക്ക് പറ, ഞാൻ വിധിയിലല്ല വിശ്വസിക്കുന്നത്, ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, ഞാൻ കഷ്ടകാലത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവിക നടത്തിപ്പിൽ വിശ്വസിക്കുന്നു. നിന്നിൽ നിവർത്തിക്കുന്ന വിധിയല്ല, ദൈവഹിതമാണ്. സ്തോത്രം കേട്ടില്ലല്ലോ. ദൈവദാസനായ പൗലോസ് കപ്പൽ ചേതത്തിൽ, ചുരുക്കി പറയണം, പല ദൂതുകൾ ഇങ്ങനെ തിളച്ചു മറിയുക. ചേതത്തിലകപ്പെട്ടു. കരയിലെത്തിയപ്പോൾ തീ കായുവാൻ നിങ്ങൾക്കറിയാം, വിറക് പിറക്കിയിട്ടപ്പോൾ അണലി കൈമേൽ കടിച്ചു തൂങ്ങി. ഉടനെ അവിടെ നിന്നവർ പറഞ്ഞു, ഈ മനുഷ്യനൊരു കുലപാതകൻ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഇവൻ ചത്തു വീർക്കുമെന്നവർ കാത്തു നിന്നു. പക്ഷെ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പൗലോസ് അപ്പം കഴിച്ചു. ഇന്ന് രാത്രി 2 ദൂതുകൾ അവിടെ ഞാൻ പറയാം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആലോചന കേട്ട് സിയോൻ പ്രയാണം ചെയ്യുന്ന ദൈവദാസ, ദൈവവൈതലേ, ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്നിൽ നിവർത്തിക്കാൻ പോകുന്നത് അർത്തമീസ് ദേവിയുടെ പദ്ധതിയല്ല. നിന്നിൽ നിവർത്തിക്കാൻ പോകുന്നത് ഒരു നീതി ദേവിയുടെയും പദ്ധതിയല്ല, ഒരു ദേവന്റെയും പദ്ധതിയല്ല. യേശുവിന്റെ നാമത്തിൽ പറ, മന്ത്രവാദിയുടെ പദ്ധതിയോ ആഭിചാരകന്റെ പദ്ധതിയോ അല്ല. എന്നിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ നിവർത്തിക്കാൻ പോകുന്നത് പിശാചേ നിന്റെ പദ്ധതിയല്ല, എന്റെ ദൈവത്തിന്റെ പദ്ധതി അത്രേ. പോരാ പോരാ, ശക്തിയോടെ കരങ്ങൾ അടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ, നിന്റെ പദ്ധതിയല്ല നിന്നെ നിവർത്തിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി. ഓ ശബ റഗോനിയ സംതോനിയ ഉഡോരോ റിഗോനി ഹംതുനിയ. അവര് കാത്തുനിന്ന് ഇപ്പം ചത്തു വീഴും, ഇപ്പം ചത്തു വീഴും. ദൈവത്തിൻ്റെ ദാസനായ മോശയെ, ഞാനിവിടെ കയറി നിൽക്കുമ്പോൾ ഓരോ ദൂതും പരിശുദ്ധാത്മാവ് പറയുന്നത്, എൻ്റെ ഈ ദിവസങ്ങളിലെ എല്ലാ സൂക്ഷിയും അങ്ങനെ തന്നെ, നിങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവ് പറയുന്ന മോശയെ കടലിൽ നീല നദിയിൽ ഒഴുക്കി വിട്ടിട്ട് പെങ്ങൾ നോക്കുന്നു, അതിലേക്ക് വരുന്നുണ്ട്, നോക്കി നിന്ന് അവൻ എന്ത് സംഭവിക്കുമെന്ന്. അവന് ഒരു കൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണേലും ഇന്ന് രാത്രി ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് വീണ്ടും ഈ സ്റ്റേജിലോ ഗ്രൗണ്ടിലോ ഇരിക്കുന്ന ആർക്കു വേണ്ടിയോ ദൈവാത്മാവ് പറയുന്നു, നിനക്കെന്ത് സംഭവിക്കും, നിന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിന്റെ സഭയ്ക്ക് എന്ത് സംഭവിക്കും, നിന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കാൻ പോകുന്നെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ശക്തിയോടെ കരമടിച്ചോ. ഓഹോ ശബ റഖൂനി അന്തോറിയ ഹംതുന ഉഡമ ശഖുനിയ. അന്യഭാഷ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, എനിക്കിപ്പോ എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന നടുവിൽ എനിക്ക് വേണ്ടി ദൈവകരം വെളിപ്പെടും, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഓ ശബ റഥിയ, എന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് ഭവിക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും, എന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി ചലിക്കും. സ്തോത്രം. നമ്മിൽ നിവർത്തിക്കുന്ന ദൈവഹിതമാണ്. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ, ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ശബ്ദം കേൾക്കട്ടെ. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ.
ഞാൻ വിശേഷതയുള്ളവനാണ്, എന്നിൽ നിറവേറുന്ന ദൈവഹിതമാണ്, എന്നെ തകർക്കുവാൻ ഒരു ശക്തിയും കഴിയില്ല. കയ്യൊന്നടിച്ച് വീണ്ടും ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഓ നീ വലിഞ്ഞു കയറി വന്നവനല്ല കുഞ്ഞ്, നീ ഇതിനകത്ത് വലിഞ്ഞു കയറി വന്നവനല്ല, നീ ആരെയും കണ്ടോണ്ടിറങ്ങിയതല്ല, നീ കണ്ടത് തേജോമനായ ദൈവത്തെ കണ്ടിറങ്ങിയതാ. യേശുവിന്റെ നാമത്തിൽ പറ, ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ വിശേഷതയുള്ളവൾ, എന്നിൽ നിറവേറുന്നത് ദൈവഹിതം. എന്നെ തകർക്കാൻ എന്റെ ദൈവം അനുവദിക്കാതെ ഒരു ശക്തിയും കഴിയില്ല. ദൈവം അറിഞ്ഞും അനുവദിച്ചും മാത്രം നമുക്ക് സകലവും സംഭവിക്കുന്നു. പീഡിപ്പിക്കാൻ ദൈവം അനുവദിച്ചു, അതിന് കാരണം ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കേണ്ട സഭ കൊട്ടിപ്പാടി അവിടെ തന്നെ ഇരുന്നു. അവിടെ എഴുതിയിരിക്കുന്നവർ എല്ലാം വിറ്റുപെറുക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കെ കൊണ്ടുവച്ചു. അവിടെ അപ്പോസ്തലന്മാർ വീതിച്ചു കൊടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ച് ധാരാളം കൃപ അനുഭവിച്ച് അവിടെ ഇരുന്നു. ഈ ദൈവശക്തി നിങ്ങളുടെ സഭയിൽ വ്യാപരിച്ചാലേ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. സ്തോത്രം കേട്ടില്ല? അല്ലെ മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നും. നിന്റെ ആരാധനയിൽ ദൈവശക്തി വ്യാപരിച്ചാൽ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. സമയം പോയതറിയില്ല. അല്ലെ കോക്കയെ നോക്കി വായി നോക്കിയിരിക്കും, എപ്പം തീരും. അഭിഷേകമുള്ളവൻ്റെ ചിന്ത എപ്പം ദൈവത്തിൽ ചെല്ലാൻ ഇടയാകും. അഭിഷേകം നഷ്ടപ്പെട്ട ചിന്ത എപ്പോൾ ഇതൊന്ന് തീർന്നു കിട്ടും. സ്തോത്രം, സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി ലോകം സുവിശേഷം അറിയിക്കാനായിരുന്നു. അവരാ പദ്ധതി മാറ്റി അവിടെ തന്നെ ഇരുന്നപ്പോൾ അവരെ ചിതറിക്കേണ്ട ദൈവപദ്ധതിയായിരുന്നു. അതിന് ദൈവം ഒരു അനുവാദം പീഡ കൊടുത്ത. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ടെന്ന്. 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട്. പക്ഷെ 4-ാം തലമുറയായപ്പോൾ പീഡനമൊക്കെ ഇച്ചിരി കുറച്ച് വന്നു. അപ്പോൾ അവർക്ക് തോന്നി ഇനിയും ഇവിടെ നിന്നും പോകണ്ട, ചുറ്റുള്ളിയൊക്കെ കിട്ടുന്നുണ്ട്, ഇവിടെ തന്നെ കഴിയാം. അപ്പം ഈ മിസ്രൈം സുഖമാണ്, പിന്നെ കനാനതിന്. അപ്പം പരദേശികളെന്ന് മറന്ന് കൂടാരക്കുട്ടി ആഞ്ഞടിച്ചു. നമ്മുടെയും കുഴപ്പം അതാ. കഷ്ടതയുടെ നാളിൽ എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ എൻ മണവാളനെ. പിന്നെ കത്തുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളെത്ര നീക്കിയൻ. അനങ്ങുന്നില്ലല്ലോ വരുമ്പോരുകാര്. ഉപവാസപ്രാർത്ഥനയ്ക്കും കർത്താവിൻ്റെ വരവിൻ്റെ പാട്ട്, കാത്തിരിപ്പ് യോഗത്തിനും അത്, കൺവെൻഷനും അത്. എപ്പം വന്നാലും കണ്ണുനീരും കരച്ചിലുമാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പാട്ട്, ആ പാട്ടിനെ ഞാൻ കുറ്റം പറഞ്ഞു, ഇതുപോലെ ദൈവസ്നേഹം വർണ്ണിക്കാൻ പറ്റിയ പാട്ടില്ല. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് അന്നവോ ശ്രോതിനോൻ മോളി എണ്ണമില്ലാതും അന്നീട്ടൊക്കെ കൂട്ടും എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ നീ ഇപ്പോഴെങ്ങും വരല്ലേ. ലാസ്റ്റ് ദിവസം കൂടെ കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല, കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരും. കർത്താവ് ആരെയും ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വരും. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. അപ്പം തങ്ങൾ പരദേശികളെന്ന് മറന്ന് കൂടാരക്കുറ്റി ആഞ്ഞടിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം യോസഫിനെ അറിയാത്തൊരു ഫറവോനെ എഴുന്നേൽപ്പിച്ചു. അടി തുടങ്ങിയപ്പോൾ അവർ പാടി, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ നീ പരദേശി എന്ന് മറന്ന് കൂടാരക്കുറ്റി ആഞ്ഞടിച്ച് ദൈവത്തിൻ്റെ സഭയിൽ നടക്കാൻ പാടില്ലാത്ത നിന്റെ സഭയിൽ നടക്കുമ്പോൾ, നിന്റെ പ്രസ്ഥാനത്തിൽ നടക്കുമ്പോൾ, ഞാൻ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ പ്രവചിക്കുന്നു, യോസഫിനെ അറിയാത്ത ഭരണാധികാരികളെ ദൈവം എഴുന്നേൽപ്പിക്കും. അടി തുടങ്ങും. അപ്പം നീ പാടും, എൻ്റെ ദേശം ഇവിടെ അല്ലെന്ന്. സ്തോത്രം കേട്ടില്ലല്ലോ. അപ്പം ദൈവം തമ്പുരാൻ അവരെ പീഡിപ്പിച്ചത്, ചിതറിപ്പിച്ചത് ദൈവപ്ലാന. അതെപ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഇവിടെ മറ്റൊരു ദൂത് ഞാൻ പറയാം. ഈ പിശാച് പീഡിപ്പിച്ചത്, അല്ലെ ഹെരോദാവിനെ കൊണ്ട് പീഡിപ്പിച്ചത്, ഭരണാധികാരിയെ കൊണ്ട് പീഡിപ്പിച്ചത് സഭയെ തകർക്കാനാ, സഭ ഇല്ലാതാക്കാനാ. പക്ഷെ നമ്മളവിടെ വായിക്കുന്നത് ചിതറിപ്പോയ എല്ലാവരും സുവിശേഷ പ്രസംഗരായി മാറി. സ്തോത്ര ശക്തിയോട് കേട്ടില്ല, അവരെല്ലാം സുവിശേഷകരായി. ഈ രാത്രിയിൽ അടുത്ത ദൂത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ വലിച്ചെറിയുന്നു. അതെന്താണെന്നറിയാമോ? ദുഷ്ടപിശാച്
നിനക്കെതിരായി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ കഴിയുന്ന കർത്താവുണ്ട്. ഒന്നോടെ ശക്തിയോടെ കരങ്ങൾ അടിച്ചു. അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് ഓരോ ദൂതും യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. നിനക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ സഭയ്ക്കെതിരായി ദുഷ്ടപിശാചിന്റെ പദ്ധതികളെ നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷയിൽ ആരാധിക്കേ. ഹല്ലേലൂയ. വിശ്വസിക്കണം ദൈവദാസ. പീഡിപ്പിച്ചത് സഭയെ തകർക്കാനാ, പക്ഷെ സഭ വളർന്നു. കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എവിടെ സുവിശേഷത്തിനെതിരെ ശബ്ദം ഉയർത്തപ്പെടുമോ അവിടെ അധികം താമസിയാതെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കും. അവന്റെ വീട്ടിൽ തന്നെ. ഈ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ അവിടുത്തെ അന്തരീക്ഷം എവിടേക്കും എനിക്കറിയാം. യോസഫിനെ പൊട്ടക്കിണറിലിട്ടത് സിംഹാസനത്തിക്കാനല്ല, അവിടെ വച്ച് ചാകട്ടെന്ന് പറഞ്ഞ, പൊട്ടക്കിണറ്റിൽ കിടന്ന് ചാകട്ടെന്ന് പറഞ്ഞ ദർശനമില്ലാതാക്കാനാ. പക്ഷേ അവൻ്റെ ദർശനമില്ലാതാക്കാൻ അവനെ വലിച്ചെറിഞ്ഞ പൊട്ടക്കിണർ അവൻ്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി എൻ്റെ ദൈവം പരിവർത്തനം ചെയ്തു. ഒന്നുകൂടെ ഞാൻ ദൈവാത്മാവിൽ പറയാം, നിന്റെ തലമുറയെ തകർക്കാൻ, നിന്നെ തകർക്കാൻ പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി പരിവർത്തനം ചെയ്താൽ എൻ്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ ആരാധിക്കൂ. എല്ലാവരും കരമടിച്ച് അല്പസമയം ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ച്. ഓടമാന വൈധമാന റികുനമാന ഹതുന. ശക്തിയോടെ കരമുട്ടിൽ എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചാട്. മോശക്കുഞ്ഞിനെ നീലനദിയിൽ വലിച്ചെറിഞ്ഞ് അവിടെ വച്ചില്ലാതാക്കാനാണ്. നീലനദിയുടെ പ്രത്യേകത പാപ്രസ് ചെടികൾ ഇടതൂർന്ന് വളരുന്നതും ചീങ്കണ്ണികളുടെ വികാരരംഗവുമാണ്. മനുഷ്യ മാംസഗന്ധം അടിച്ചാൽ കൂട് തകർത്ത് പെട്ടകം തകർത്ത് മോശക്കുഞ്ഞിനെ വിഴുങ്ങും. ഞാൻ നൈൽ നദിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ ഇസ്രായേൽ യാത്ര ചെയ്തവരൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൈവഴിയിലാണ് ഇട്ടത്. അവിടെ മുഴുവൻ ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. പക്ഷെ ഒരു നിവൃത്തിയുമില്ലാതെ വന്ന് സ്തോത്രം മോശക്കുഞ്ഞിനെ അപ്പനും അമ്മയും മാറി മാറി ഉമ്മ കൊടുത്ത് പെട്ടകത്തിൽ വെച്ച് ഒഴുക്കി വിട്ടു. അവിടെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. പിശാച് കൈയടിച്ചു കാണും. പക്ഷേ സ്വർഗത്തിൽ നിന്നൊരാജ്ഞ നീലനദിയുടെ ആഴങ്ങളിലേക്ക് പാഞ്ഞുപോയി, തൊട്ടുപോകരുതെന്ന്. ഈ രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, നിനക്ക് വേണ്ടി അവൻ ചീങ്കണ്ണികളോട് കൽപ്പിക്കുന്ന ദൈവമാ. നിനക്ക് വേണ്ടി അവൻ ഭരണാധികാരിയോട് കൽപ്പിക്കുന്ന ദൈവമാ. നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അവൻ മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കുന്ന ദൈവമാ. കരങ്ങൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവൻ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കും. തമ്പുരാന്റെ ആജ്ഞ പറഞ്ഞ് തൊട്ടുപോകരുതെന്ന്. ചീങ്കണ്ണി തൊടാതെ വിട്ടവന്റെ അരികിലേക്ക് ആര് വന്നു? ഫറവോന്റെ പുത്രി. ഞാൻ ദൈവദാസന്മാരോട് ചോദിക്കട്ടെ, ഫറവോന്റെ പുത്രി അന്ന് അവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ അവരൊഴുക്കി വിടുമായിരുന്നോ? ഇല്ല. നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, നിന്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി, നിന്റെ പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ. നിന്റെ വഴികളെക്കാൾ ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമാണ് മോനെ. നിന്റെ പദ്ധതികളെക്കാൾ ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ്. കയ്യോ നിവർത്തിയായിട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. പിശാചിൻ്റെ പദ്ധതി പ്ലാൻ 1 ഞാൻ മനസ്സിലാക്കിയോണം. പ്ലാൻ എ പരാജയപ്പെട്ടാൽ പ്ലാൻ ബി വിജയിക്കണം. ചീങ്കണ്ണിയുടെ കയ്യിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടാൽ ഹല്ലേലൂയ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ തീരണം. എന്നാൽ ഇന്ന് രാത്രി ദുഷ്ടാത്മ സേനകൾ കേൾക്കെ, ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ദൈവാത്മ നിയോഗമുള്ളവനെ, ദൈവിക നിയോഗമുള്ളവനെ, ദൈവം കണ്ടവനെ തകർക്കാൻ നിനക്ക് കഴിയില്ല. പോരാ പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ. നീലനദിയിൽ അവസാനിക്കില്ല, ചീങ്കണ്ണിയുടെ വായിൽ തീരില്ല. ഓ ശബ റഖന സന്തനദിയ, ദൈവ നിയോഗമുള്ളവനെ ഹല്ലേലൂയ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ ഞെരിഞ്ഞവരില്ല.
ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഒന്നിൽ ഫറവോന്റെ പുത്രി പറയേണ്ടത് വലിച്ചെറിവീനെന്നാണ്, അല്ലെങ്കിൽ പറയേണ്ടത് വാളെടുക്കുവീനെന്നാണ്. പക്ഷേ നമ്മൾ വായിക്കുന്ന അവൾക്ക് അവനോട് അലിവ് തോന്നി. ഫറവോന്റെ പുത്രിയോട് ചീങ്കണ്ണിയോട് കൽപ്പിച്ച ദൈവം ഫറവോന്റെ പുത്രിയോട് കൽപ്പിച്ചു തൊട്ടുപോകരുതെന്ന്. ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാ! എന്തുകൊണ്ട് മോശക്കുഞ്ഞിനെ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നറിയാമോ? മിസ്രയീമിലെ സകല ജ്ഞാനവും അവൻ അഭ്യസിക്കണമെങ്കിൽ ഫറവോന്റെ പുത്രിയുടെ മകനായി വളർത്തപ്പെടണം. അതേ, ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, പിശാച് ചെയ്തത് ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫറവോന്റെ പുത്രിയുടെ കൈയാൽ തീരട്ടെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. ഒന്നുകൂടെ പറയാം, നമുക്ക് പ്രതികൂലമായി സംഭവിക്കുന്നതും നമുക്കെതിരായി സംഭവിക്കുന്നതും ഇന്ന് രാത്രി നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ അധികാരമുള്ളവൻ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ വിശ്വാസത്തോട് കൈകളടിച്ച് അന്യഭാഷ സ്തോത്രം പറഞ്ഞു പറ, ശക്തിയോടെ സ്തോത്രം. മക്കളെ, ഇന്ന് രാത്രി നിന്നോടാ ഞാൻ പറയുന്നത്, നിനക്കെതിരായി പിശാച് ചെയ്യുന്നതൊക്കെ നന്മയാക്കി അവൻ പരിവർത്തനം ചെയ്യും. ദൈവത്തിന്റെ ദാസൻ പൗലോസിനെ അതോട് പറഞ്ഞ് ഞാൻ ഭാഗം വിടാം. പൗലോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലിട്ടത് സുവിശേഷത്തിന്റെ വ്യാപ്തി തടയാനാണ്, അദ്ദേഹത്തെ നിരാശനാക്കാൻ വേണ്ടിയാണ്. നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് എഴുതിയ ലേഖനത്തിലെന്നും നിരാശ കാണുന്നില്ല. അവൻ പറയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അവിടെയും തീർന്നില്ല. കാരാഗ്രഹത്തിലിട്ടത് സുവിശേഷ വ്യാപ്തി തടയാനാണെങ്കിൽ പൗലോസ് എഴുതി, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്ന് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതി, പ്രിസൺ എപ്പിസ്റ്റൽസ് എഴുതി. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം ഏതൊക്കെയാത്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊളോസ്യ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം. മുള്ളിൽ വിടരുന്നതിന് സൗരഭ്യം വലുതായിരിക്കും, ചേറിൽ വളരുന്നതിന് സൗന്ദര്യം വലുതായിരിക്കാം. നിന്റെ കഷ്ടതയിൽ ലഭിക്കുന്ന ദർശനത്തിന് ശക്തിയുണ്ട്. ദൈവമേ, ഒന്നുകൂടെ കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇരിക്കുന്ന കോട്ടയം തിരുത്തക്കര മൈതാനത്താന്ന് തോന്നുന്നു, നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിനെ സഭായോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണുമൊക്കെ. അവിടെ ഞാൻ പറഞ്ഞു, മറ്റാർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത ദൈവിക വെളിപ്പാടുകൾ നിനക്ക് ലഭിക്കും. പോരാ, ശക്തി പോരാ നിങ്ങളുടെ സ്തോത്രത്തിന്. എത്രയോ ഗാനങ്ങൾ ഇറങ്ങുന്നു, എത്രയോ പാടുന്നു, നമ്മൾ മറക്കുന്നു. ഒരു ഓളം പോലെ ഗാനങ്ങൾ വരും, കായിക സംഘത്ത് പാടും, നമ്മൾ കൈയടിക്കും, കുറച്ചുനാൾ കഴിഞ്ഞ് മറക്കും. എന്നാൽ തോമസ് പാസ്റ്ററെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിഷക്തന്മാർ കോറിയിട്ടിട്ട് പോയ ഗാനങ്ങളുണ്ട്, അതിൻ്റെ മാധുര്യമ തീരുന്നില്ല. 1.5 മണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ ഒരു പാട്ടിൻ്റെ 2 അടികൾ നിങ്ങളെ ധൈര്യപ്പെടുത്തും. സ്തോത്രം, 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 സ്തോത്രം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ അടുക്കളയിൽ നിന്ന് വലിയ ഭാരത്തോട് നിൽക്കുമ്പോൾ ഒരു ഗാനത്തിൻ്റെ അടി നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് തരും. നിങ്ങൾ ആ ഭാരം ഉരുകി മാറുന്നില്ലേ? കർത്താവിൻ്റെ ദാസന്മാരെ, ചങ്കിന് വലിയ കല്ലെടുത്ത് വെച്ച പോലെ സ്കൂട്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യ ശകലം ദൈവാത്മാവ് നിന്റെ തരും, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ 2 അടി നിന്റെ ഹൃദയത്തെ തരും. അപ്പോൾ ആ വലിയ ഭാരം ഒഴി മാറില്ലേ? എന്താ കാരണം? ഒരു അഭിഷക്തന്റെ ഗാനം, അഭിഷക്തൻ എഴുതിയ ഗാനം, ഒരു ദൈവഭൃത്യൻ പ്രസംഗിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ നിറയുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തെ തൊടുന്നെങ്കിൽ, അതിൻ്റെ അർത്ഥം എപ്പോഴോ ആ അഭിഷക്തൻ തീക്കകത്തിറങ്ങി. അഭിഷക്തൻ തീക്കകത്തിറങ്ങിയപ്പോൾ കൂടെ കർത്താവ് ഇറങ്ങി. തമ്പുരാൻ തോളിൽ കൈയിട്ടുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചത്, അഭിഷക്തനെ ആശ്വസിപ്പിച്ചത്, ആ ദൈവനെ ആശ്വസിപ്പിച്ചത് നിനക്ക് തരുമ്പോൾ നിന്റെ കണ്ണ് നിറയും, നിന്റെ ഹൃദയം നിറയും. A sermon born in head that richly heard. A sermon born in heart that richly heard. A sermon born in spirit that richly spirit. തലച്ചോറിൽ ഉടലെടുക്കുന്ന പ്രസംഗങ്ങൾ തലച്ചോറിനെ സ്പർശിക്കും. ഹൃദയത്തിൽ ഉടലെടുക്കുന്നത് ഹൃദയത്തെ തൊടും. ആത്മാവിൽ ഉടലെടുക്കുന്നത് ആത്മാവിനെ സ്പർശിക്കും. എല്ലാവരും അല്പസമയം ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. സ്റ്റേജിൽ നോക്കി ഞാൻ പ്രവചിക്കുക, ദൈവത്തിന്റെ ദാസ, വേറെ ആർക്കുമില്ലാത്ത ശോധനയും വേറെ ആർക്കുമില്ലാത്ത വേദനയും ഒറ്റപ്പെടലും കൈവിടപ്പെടലും ഒക്കെ നീ അനുഭവിക്കുന്നെങ്കിൽ മറക്കരുത്, നിനക്ക് ജനഹൃദയങ്ങളെ തൊടുവാനുള്ള ദൈവിക ദൂതിന്റെ കലവറ ദൈവം തുറക്കും. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന രാത്രി.
ഈ വയോവൃദ്ധൻ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്ന് കുത്തിക്കുറിക്കുകയാണ്. ആ മർമ്മമൊക്കെ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? 4 ലേഖനങ്ങൾ എഴുതുകയാണ്. എവിടെ കിടന്ന? കാരാഗ്രഹത്തിൽ കിടന്ന്. ഇന്നൊരോട്ടെ എൻ്റെ മുഖത്തോട് നോക്കിയേ. ഈ ദൈവദാസൻ കിടക്കുന്ന ഇവരൊക്കെ ബൈബിൾ കോളേജ് അധ്യാപകരൊക്കെ ഇരിപ്പുണ്ട്. ഏതാണ്ട് 6 അടിയോ 5 അടിയോ അങ്ങോട്ട് നീളമുള്ളതാണ്. ഒരു ശവപ്പെട്ടിയുടെ ഇച്ചിരി വലിപ്പമുള്ള സെല്ലിലാണ്. 4ഇടത്തുനിന്നും ചങ്ങലകൾ കെട്ടിയിട്ടിരിക്കുക. 4 വശത്തും ചങ്ങല കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക. അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അവിടെ കിടന്ന് ഈ വയോവൃദ്ധൻ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. അത് പിശാച് കണ്ടില്ല, റോമൻ ഭരണാധികാരി കണ്ടില്ല, സഹതടവുകാർ മനസ്സിലായില്ല ഈ കിളവൻ എന്തായി കുത്തിക്കുറിക്കുന്നതെന്ന്. ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയാം, പിശാച് കാണാത്തൊരു മറവിടം ദൈവം നിനക്കായി ഒരുക്കും. ഓ ശറഖന സംഭവ, പിശാച് കാണാത്തൊരു ഒളിവിടം ദൈവം നിനക്കായി ഒരുക്കും. ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിനെ ആഗാബ് തിരിച്ചറിയാൻ അന്വേഷിക്കാൻ ഇടമില്ലായിരുന്നു. ഒബദ്യാവിനോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ. ഉടനെ ഒബദ്യാവ് പറഞ്ഞു, എൻ്റെ രാജാവ്, എൻ്റെ യജമാനൻ, നിന്നെ അന്വേഷിക്കാത്ത ഒരിടവും ഇല്ല. എവിടെ പോയി പാസ്റ്റർ ഏലിയാവ്? വിസ കിട്ടിയോ? പാസ്പോർട്ട് കിട്ടിയോ? മറ്റു രാജ്യത്ത് പോയോ? ഇല്ല. ആഗാവിൻ്റെ മൂക്കിൻ്റെ താഴെ ഏലിയാവ് ഉണ്ടായിരുന്നു. പക്ഷെ തമ്പുരാൻ ഹൈഡ് ചെയ്ത് കളഞ്ഞു. ഇന്ന് രാത്രി ഓരോ ദൂതും നിന്നോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാ. ആഗാവിൻ്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ മൂക്കിൻ്റെ താഴെ നിന്നെ സംരക്ഷിപ്പാൻ എൻ്റെ ദൈവ ശക്തനത്രേ. ഒന്നുകൂടെ ഞാൻ പറയാം, പിശാച് കാണാത്തൊരു മറവിടം, ഒരു ഒളിവിടം ദൈവം നിനക്കായി ഒരുക്കും. ശക്തിയോടെ കരം പിടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കൂ. അല്പസമയം ആരാധിച്ചോ, ദൈവത്തെ സ്തുതിച്ചു. കാരാഗ്രഹത്തിൽ കിടന്ന് 4 ലേഖനം എഴുതുന്നല്ല മാത്രമല്ല, ആ ലേഖനങ്ങൾ ചൂടോടെ 4 സ്ഥലങ്ങളിൽ ഫിലിപ്പിയ സഭയ്ക്ക് കൊണ്ടുപോകേണ്ടത് എപ്പഫ്രോദിത്തോസ്, കൊലോസ്യ സഭയ്ക്ക് കൊണ്ടുപോകേണ്ടത് എപ്പപ്പോസ്, എഫെസ്യ സഭയ്ക്ക് കൊണ്ടുപോകേണ്ടത് തികിക്കോസ്, കൊലോസ്യരിൽ നിന്നുള്ള ഒനോസിമോസ്, ഫിലമോനുള്ള ലേഖനം കൊണ്ടുപോകാൻ 4 ചെറുപ്പക്കാരെ, ചുറുചുറുക്കുള്ളവരെ ദൈവം ഒരുക്കി. കടലുകൾ കടന്ന്, ദേശാന്തരങ്ങൾ കടന്ന് ഹല്ലേലൂയ ഈ ദൂത് എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ ദൈവം തന്റെ അഭിഷക്തനിൽ നിന്ന് ഏറ്റുവാങ്ങി തലമുറകൾക്ക് കൈമാറാൻ ദൈവം 4 ചെറുപ്പക്കാരെ ഒരുക്കി വെച്ചു. ദൈവത്തിന്റെ കരുതൽ ശ്രേഷ്ഠകരമാണ്. ദൈവത്തിന്റെ സംരക്ഷണം അത്യുന്നതമാണ്. ദൈവം നിനക്ക് ദൂത് നൽകിയെങ്കിൽ അത് പ്രസംഗിക്കാൻ അവൻ വേദിയും തരും. ഓ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഞാൻ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കോൺഫറൻസ്, ഈ പാസ്റ്റർ ദൈവദാസൻ അറിയാം, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയും മാസയോഗവും ഒക്കെ ഉണർവ് യോഗങ്ങളാണ്, പാസ്റ്റേഴ്സ് മീറ്റിങ്ങൊക്കെ. കരയാതെ ഒരാൾ ഇതിനകത്ത് എഴുന്നേറ്റ് പോകില്ല. അതുപോലെ ദൈവശക്തിയുടെ വ്യാപാരമാണ്. നിങ്ങൾക്കറിയാം, അപ്പച്ചനുള്ള കാലം മുതൽ അങ്ങനെയാണ്, ദൈവശക്തിയാണ്. ഞാനൊരിക്കൽ പാസ്റ്റർമാരുടെ മീറ്റിങ്ങിൽ നിന്നപ്പോൾ പറഞ്ഞു, ഏലിയാവിൻ്റെ കാര്യമാണ് പാസ്റ്റർ പറഞ്ഞത്. എന്താണെന്നറിയാമോ? നീ ദൂത് ഒരുക്കിക്കൊള്ളുക, വേദി കർത്താവ് ഒരുക്കും. ഒന്നുകൂടെ പറയാം, വേദി കിട്ടിയിട്ട് ദൂതൊരുക്കാൻ തുടങ്ങാതെ ദൂതൊരുക്കിക്കൊള്ളുക, വേദി കർത്താവ് തരും. വേദി കിട്ടിയിട്ടല്ല ദൂതൊരുക്കേണ്ടത്, നീ ദൂതൊരുക്കിക്കൊള്ളുക, ദൈവം നിനക്ക് വേദി തരും. ഈ ആഗാവിൻ്റെ വഷളത്വം കണ്ട്, അവൻ്റെ പെണ്ണുമ്പുള്ള ഇസബേലിൻ്റെ ദുഷ്ടത കണ്ട് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവ. അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, യഥാർത്ഥ ദൈവം ആരെന്ന് വെളിപ്പെടുത്താൻ, യഹോവയാം ദൈവം ആരെന്ന് വെളിപ്പെടുത്താൻ ആരെങ്കിലും എഴുന്നേൽപ്പിക്കണം. ഈ വഷളത്വത്തിനെതിരെ കൈ ചൂണ്ടുവാൻ, ഈ ദുഷ്ടതയ്ക്കെതിരെ പ്രതികരിക്കാൻ ഒരു അഭിഷക്തനെ നീ എഴുന്നേൽപ്പിക്കണം. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പം തമ്പുരാൻ പറഞ്ഞു, വേറെ ആരുമല്ല കണ്ടേക്കുന്നേ, നിന്നെ ഞാൻ കണ്ടേക്കുക. അവനവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്താണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഇരിക്കുന്ന നിന്നെ, വാക്ക് കേട്ടോണം, ദൈവത്തിൽ ഇരിക്കുന്ന നിന്നെ ദൈവം ചേർത്ത് നിർത്തും. പോരാ പോരാ, ശക്തി പോരാ സ്തോത്രത്തിന്. ദൈവത്തിൽ മുട്ടിമേൽ നിൽക്കുന്ന നിന്നെ ദൈവം ആഭിചാരിതമായ ചില സ്ഥലങ്ങളിൽ നിർത്തുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചോണ്ട് പറ, നീ ദൈവത്തിൽ നെടുമ്പാട് വീണാൽ, നീ ഇരുന്നാൽ ദൈവം ചേർത്ത് നിന്നെ നിർത്തും. അപ്രതീക്ഷിതമായ സ്ഥലത്ത്. സ്തോത്രം സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ തെളിവാ. ദൈവാത്മാവ് ഇങ്ങനെ ദൂത് പറഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ ദിവസം കൊണ്ട് പാസ്റ്ററോട് ഞാൻ പറഞ്ഞാണ്, എത്ര പ്രോഗ്രാമാണ്, തൊട്ടടുത്തുള്ള പല പ്രോഗ്രാമുകളും ഞാൻ നോ പറഞ്ഞിട്ടാണ്. ഇത് ദൈവദാസൻ നേരത്തെ കൊടുത്തുകൊണ്ടാണ് പല പ്രോഗ്രാം ഞാൻ, അത്ര ശരീര ക്ലേശങ്ങളിലൂടെ ഞാൻ കടന്നു പോകുകയായിരുന്നു, ക്ഷീണം ഉണ്ട്. എങ്കിലും ഇവിടെ വന്ന് കയറിയപ്പോൾ കണ്ടോ പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവാഹം കണ്ടോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ.
കയ്യൊന്ന് ഉയർത്തിയാട്ടി സ്വോത്രശക്തിയോട് പറ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇനി അടുത്തത് നമുക്ക് കൃത്യസമയം നിർത്തണമല്ലോ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചിതറിപ്പോയവർ, വാസ്തവം എന്നോട് വായിച്ചു, അവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. എന്നിട്ട് വായിക്കേ, മറന്നുപോയോ? ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ഇവിടുത്തെ അടുത്ത രണ്ട് പദങ്ങൾ, ഒന്ന് ഫിലിപ്പോസ്, രണ്ട് ശമര്യ പട്ടണം. ആരാണ് ഫിലിപ്പോസ്? 6-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കെമോസ്, നിക്കാനോർ. അപ്പൊ അവിടെ മേശമേൽ സൂക്ഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേർ. അതിൽ 2 പേരാണ് ഫിലിപ്പോസും പറഞ്ഞാട്ട് സ്തെഫാനോസും. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരുടെ വാക്കുകളാണ്. അവർ പറഞ്ഞു, ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കണം. ഏത് കാര്യങ്ങളാണ്? ഭക്ഷണം വിളമ്പണം, വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നടത്തണം. അതിനുവേണ്ടി നിങ്ങൾ തന്നെ 7 പേരെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ പ്രസംഗിച്ചോളാം, ഞങ്ങൾ സാക്ഷി പറഞ്ഞോളാം, ഞങ്ങൾ പാട്ട് പാടിക്കോളാം. നിങ്ങൾ അപ്പം വിളമ്പണം, വരവിലെ കാര്യം നോക്കണം. തുടക്കം നിങ്ങൾ വായിച്ചല്ലോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം വിളമ്പാൻ, വരവ് ചെലവ് കാര്യം നോക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ക്വാളിഫിക്കേഷനാണ്. നിങ്ങളെല്ലാം ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ ക്വാളിഫിക്കേഷൻ? ആത്മാവും ജ്ഞാനവും വിശ്വാസവും നിറഞ്ഞവർ, നല്ല സാക്ഷ്യമുള്ളവൻ. എളിവും തെളിവില്ലാത്തവനല്ല സെക്രട്ടറിയും ഖജാൻജി ആകേണ്ടത്. ഒരനക്കവും ഇല്ല. ആത്മാവുള്ളവൻ, ജ്ഞാനമുള്ളവൻ, വിശ്വാസം നിറഞ്ഞവൻ, നല്ല സാക്ഷ്യമുള്ളവൻ. എന്തിനാ സഹോദരന്മാരെ? എന്തിനാ? ഇവിടെ മേശമേ സൂക്ഷിക്കാൻ. അങ്ങനെ അപ്പോസ്തലന്റെ യോഗ്യത എന്ന് ആരോട് പറഞ്ഞിട്ട്, സാറപ്പച്ചൻ്റെ കാലത്ത് പന്തൽ ഇടുമ്പം അഭിഷേകം പ്രാപിക്കാത്തവനെ കൊണ്ട് കവുങ്ങ് ഇടിപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മനപ്പച്ചൻ തമ്പേറടിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് തമ്പേർ എടുത്തോണ്ട് പോയി മാറ്റുന്ന കണ്ടിട്ടുണ്ട്. അഭിഷേകം പ്രാപിച്ചിട്ട് വരാമെന്ന് പറയും. ആത്മാവുള്ളവൻ, സ്തോത്രം, നല്ല സാക്ഷ്യമുള്ളവൻ. ഇനി ആത്മാവില്ലേലും നല്ല സാക്ഷ്യമുണ്ടോ? ഇരിപ്പ് കണ്ടില്ലേ? നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ വിദ്യാഭ്യാസവും പാണ്ഡിത്യവും ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവർ നല്ല സാക്ഷ്യമുണ്ടായിരുന്നു. ദേശത്ത് നല്ല സാക്ഷ്യമുണ്ടോ? നല്ല സാക്ഷ്യമുള്ളവനാണ് അപ്പോസ്തലനാകേണ്ടത്. ഞാൻ കുറേ നാൾ മുമ്പ് എഴുതി, ഇന്നത്തെ സഭകൾക്ക് ഭക്തനെ വേണ്ട, മിടുക്കനെ മതി. വിശുദ്ധനെ വേണ്ട, ബിരുദനെ മതി. നേരുള്ളവനെ വേണ്ട, തന്ത്രശാലിയെ മതി. ആത്മമൂണനെ വേണ്ട, കൗശലക്കാരനെ മതി. കൃപയുള്ളവനെ വേണ്ട, പണക്കാരനെ മതി. വെളിപ്പാടുള്ളവനെ വേണ്ട, വെളിവ് കെട്ടവനെ മതി. സൗമ്യതയും ശാന്തതയുള്ളവനെ വേണ്ട, കയ്യൂക്കുള്ളവനെ മതി. പക്ഷേ എൻ്റെ ദൈവത്തിന് വേണ്ടത് ഭക്തനെയാ, വിശുദ്ധനെയാ, സൗമ്യനെയാ, ശാന്തതയുള്ളവനെയാ. അതുപോലെ ദൈവസഭയ്ക്ക് വേണ്ടത് ആത്മനിറവുള്ളവനെയാ, വിശ്വാസമുള്ളവനെയാ, പരിജ്ഞാനമുള്ളവനെയാ, നല്ല സാക്ഷ്യമുള്ളവനെയാ. തൻ്റെ ഉണ്ട് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ മതി. സ്തോത്രം, സ്തോത്രം. നല്ല സാക്ഷ്യം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പണ്ട് ഇത് പബ്ലിക്കിൽ പോകാമെന്ന് എനിക്കറിയാം, എങ്കിലും ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പണ്ടെങ്ങാണ്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചത് ഒത്തിരി വൈറലായെന്ന്. അങ്ങ് പോയി അതങ്ങ്. പണ്ട് ഒരു വിശ്വാസി കേസ് കൊടുത്തു, ഞങ്ങളുടെ സെക്രട്ടറിക്ക് അഭിഷേകമില്ലെന്ന്. സെക്രട്ടറി അന്യഭാഷ പറയുന്നില്ല. കേസ് പോയാലുള്ള ഗുണം പറയാം. അപ്പോൾ അവിടെ ഇരുന്നൊരു പട്ടര ജഡ്ജി, വക്കീലൊരു ഹിന്ദുവാണ്. അപ്പം ജഡ്ജി ചോദിച്ചു, വാട്ട് ഈസ് അന്യഭാഷ?
ഉടനെ വക്കീൽ പറഞ്ഞ് തെളിവും വെളിവില്ലാതെ കലപില വില പല 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 എന്ന് പറയുന്ന അന്യഭാഷ ആർക്കറിയാം. ഉടനെ ജഡ്ജി വിധിച്ചു, ഇടാ സെക്രട്ടറി ആകേണ്ടത് കലവില പറയുന്നവനാണോ ഒന്ന്, ഇവനാതിന് യോഗ്യനെന്ന്. കോടതി പോയാൽ എങ്ങനെയൊക്കെ കിട്ടും, മുട്ടിമേ നിന്നാ കൃപ കിട്ടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല സാക്ഷ്യം വേണം. നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ പാണ്ഡിത്യവും കൊട്ടാരവും വലിയ വേദശാസ്ത്ര ഡിഗ്രി ഒന്നും ഇല്ലല്ലോ. അവരെക്കുറിച്ചൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, അവരെ കരഞ്ഞാൽ അത്ഭുതം നടക്കും. അവരെ വേദനിപ്പിക്കരുത്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടുമെന്ന് ഉത്തരവർക്ക് സന്തോഷത്തോട് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാനുണ്ട്. കയ്യൊന്നടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നല്ല സാക്ഷ്യം ദേശത്ത് പുലർത്തിക്കോണം. ഹല്ലേലൂയ. ആ കഷ്ടപ്പാടിൻ്റെ ഫലമായി ഇരുന്ന് ആരാധിക്കുന്ന ദൈവജനം. ഞാൻ അവിടെ നിർത്തുക. ഒന്നാമത് ഞാൻ പറഞ്ഞു ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനെ കുറിച്ച് എഴുതിയത് എന്താണെന്ന് അറിയാമോ? മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കൂ, ഞങ്ങൾ വരവിലെ കാര്യം നോക്കിക്കോളാം, ഞങ്ങൾ വചന ശുശ്രൂഷ നടത്തിക്കോളാം, നീ വരവ് ചെലവ് കാര്യം നടത്താൻ പറയും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ നീ വരണ്ട, പ്രാർത്ഥിക്കാൻ നീ വരണ്ട. പക്ഷേ ആ 7 പേരിൽ 2 പേരെ ദൈവം മുന്നിൽ കൊണ്ടുവന്നു. പേരു പറയപ്പെട്ട അപ്പോസ്തലന്മാരെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞത് ലിസ്റ്റിലില്ലാഞ്ഞിരുന്ന 2 പേരെ കൊണ്ട് ദൈവം ചെയ്തു. ഞാൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിലുള്ള ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാം, ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ മേലാഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പറ. ആരെല്ലാം നിന്നെ തകർക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും, ഏത് പ്രിസ്പെക്ടറി, ഏത് കൗൺസിൽ, ഏത് കെടികെട്ടിയ നേതാവ് നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ മേലാഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങില്ല. പോരാ, ശക്തിയോടെ ആരാധിക്കേ. അമാന ഹദുന റഗിനിയ ഹംതുന റിയാന. ദൈവദാസന്മാരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഈ മനുഷ്യൻ തള്ളുന്നതിനെ ദൈവം തള്ളില്ല. മനുഷ്യൻ തള്ളുന്നതിനെ കൊള്ളുന്ന ഒരുവനുണ്ട്, മനുഷ്യൻ ഉപേക്ഷിക്കുന്നതിനെ സ്വീകരിക്കുന്ന ഒരുവനുണ്ട്, മനുഷ്യൻ വേണ്ടെന്ന് വെക്കുന്നതിനെ വേണമെന്ന് വെക്കുന്ന ഒരുവനുണ്ട്. ലോകത്തിൽ ആരെല്ലാം നിന്നെ ചവിട്ടിത്താക്കാൻ നോക്കിയാലും ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ സ്ഥാനത്തെത്താതെ അവൻ കൈവരിക്കില്ല. ദാവീദിനെ ശമൂവേലിന് ഇഷ്ടപ്പെട്ടില്ല, പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല. ദാവീദിനെ അപ്പന് ഇഷ്ടപ്പെട്ടില്ല, ദാവീദിനെ ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ദാവീദിനെ ഗോലിയാത്തിന് ഇഷ്ടപ്പെട്ടില്ല, ഗോലിയാത്തിന് ഇഷ്ടപ്പെട്ടില്ല, ശൗൽ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അവനെ ബോധിച്ചു. കുഞ്ഞെ, ആർക്ക് നിന്നെ കണ്ടുകൂടായെങ്കിലും നിന്നെ ഇഷ്ടമുള്ള ഒരപ്പച്ചൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ തമ്പുരാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, നീ മൊക്കമോ ഓണമൊന്നും നോക്കരുത്, നീ അവിടെ ചെല്ലുമ്പം അങ്ങനെ പറയും, നീ അവിടെ ചെല്ലുമ്പോൾ ആരെ വേണമെന്ന് ഞാൻ പറയും. പക്ഷെ ഏലിയാബിനെ കണ്ടപ്പം ശമൂവേൽ പറഞ്ഞു, ഇതോ ദൈവത്തിന് മുമ്പാകെ അഭിഷേക്തൻ. പുള്ളി കാത്തിരിക്കാൻ പറഞ്ഞ് ഞാൻ മറന്നുപോയി. തമ്പുരാൻ പറഞ്ഞു, നീ പൊക്കം നോക്കണം, ഞാനല്ലേ പറഞ്ഞേ, ഞാനവനെ തള്ളിയിരിക്കുന്നു, ഞാനവനെ തള്ളിയിരിക്കുന്നു. അടുത്തവനെ കൊണ്ടുവന്നു, 7 പേരെയും കൊണ്ടുവന്നു. ഇവിടെ ചോദിക്കേണ്ടി വന്നു, ഇനി ആരും ഇല്ലയോ എന്ന്. ഉടനെ ദാവീദ് പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവൻ ഇവിടെ വരാൻ യോഗ്യനല്ല, അവൻ കാട്ടിക്കിടക്കുന്നവനാ. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കില്ല. ആരെല്ലാം നിന്നെ എവിടുന്നൊക്കെ വെട്ടിയാലും, ആരെല്ലാം എവിടുന്നൊക്കെ നിന്നെ വെട്ടിയാലും തമ്പുരാൻ നിന്നെ ടിക്കിട്ടാൽ നീ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. ശക്തിയോടെ കരമടിച്ചു അന്യഭാഷ ദൈവത്തെ സ്തുതിക്കൂ. ദൈവത്തിൻ്റെ അഭിഷക്ത, ആരെല്ലാം എവിടെല്ലാം നിന്റെ പേര് ഏതെല്ലാം ലിസ്റ്റിൽ നിന്ന് വെട്ടിയാലും തമ്പുരാൻ ടിക്കിട്ടാൽ നിന്റെ കുഞ്ഞ് എത്തേണ്ടിടത്ത് എത്തും. ശക്തിയോടെ അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ പറഞ്ഞു, ഈ ശൗലിനെ ദാവീദിനെ റെക്കമെൻഡ് ചെയ്താ ഇതാരാ? ശൗൽ രാജാവല്ല, ശമൂവേൽ പ്രവാചകനല്ല. ശമൂവേലിന്റെ ഷോർട്ട് ലിസ്റ്റിലും ലോങ് ലിസ്റ്റിലും ദാവീദില്ലായിരുന്നു.
പക്ഷെ തമ്പുരാൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. നീ ആരുടെയൊക്കെ ലിസ്റ്റിലില്ലെങ്കിലും തമ്പുരാൻ്റെ ലിസ്റ്റിലുണ്ടോ, നിന്നെ ദൈവം എത്തിക്കേണ്ടെത്തും. ഞാൻ ഒന്നുകൂടെ പറയാം, ആരാണ് ദാവീദിനെ റെക്കമെൻഡ് ചെയ്തത്? ശൗലല്ല, ശൗമേലല്ല, തമ്പുരാൻ റെക്കമെൻഡ് ചെയ്തു. മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ തലമുറയെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും, നിന്റെ തലമുറ എവിടെങ്കിലും കൊണ്ടുപോകാൻ ആരുമില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം സമയത്ത് നിന്റെ തലമുറയെ റെക്കമെൻഡ് ചെയ്യും. രാജാവാക്കാൻ കൊള്ളാകുന്നവൻ, സ്ഥാനത്തിരുത്താൻ കൊള്ളാകുന്നവൻ ഒരിടത്തിനകത്ത് കിടപ്പുണ്ടെന്ന് ദൈവം പറയും. ഒന്നുകൂടെ ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. കൈകൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. മോനെ, ആരാ ഈ ഓർഗൻ അടിക്കുന്ന? ആരാ? എൻ മൊഴികൾ പൂവിൽ കാതില്ലെങ്കിലോ, എൻ മൊഴികൾ കാതിൽ പൂവിൽ കാതില്ലെങ്കിലോ, ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. കൈയടിച്ചോ, കൈയടിച്ചോ. എൻ മൊഴികൾ പൂവിൽ കാതില്ലെങ്കിലോ, എൻ മൊഴികൾ പൂവിൽ കാതില്ലെങ്കിലോ, ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. ചെമ്മയായി ഓ മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാം ക്ഷീണിക്കാത്ത കൈ എനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ക്ഷീണിക്കാത്ത കൈ എനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഓ ഭൂമയർക്കുള്ള സ്നേഹം, ഓ ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. ഓ അന്ധകാരത്താലല്ല കണ്ണു മങ്ങുമ്പോൾ, അന്ധകാരത്താലല്ല കണ്ണു മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഓ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഓ എൻ മൊഴികൾ പൂവിൽ കാതില്ലെങ്കിലും, ഓ എൻ മൊഴികൾ പൂവിൽ കാതില്ലെങ്കിലും, ചെമ്മയാൽ തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. ചെമ്മയാൽ തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. ഓ ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോ, ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോ, ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷാമമേൽക്കാത്തൊരു കരം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ വെളിപ്പെടും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നതല്ല, ഞാൻ പ്രസംഗിക്കുന്നതല്ല, എൻ്റെ ജീവിതമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ ഇരുന്ന്. ഞാൻ പല വേദി പറഞ്ഞത് ഇവിടെയും പറയാം, ലോകമെങ്ങും വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് തൻ്റെ ഇടത്തോടെ എന്ന് പറഞ്ഞില്ല. ലൈവ് എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷാമമേശാത്തൊരു കരം, ക്ഷീണിക്കാത്തൊരു കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടും. അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം. ആരോ ആർക്ക് വേണ്ടി ഈ ദൂത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. യോസപ്പിനെ പൊട്ടക്കിണറ്റിൽ ഇടാൻ പറഞ്ഞത് ആരാ? രൂബേൻ. എന്തിനാ പറഞ്ഞെന്നറിയാമോ? ചേട്ടന്മാർ കാണാതെ, അനിയന്മാർ കാണാതെ വീട്ടിൽ കൊണ്ടുപോകാനാ. പക്ഷേ മിഥ്യാന്യ കച്ചവടക്കാർ വന്നപ്പോൾ രൂബേൻ എവിടെ പോയി? ദൈവം മാറ്റി, ദൈവം മാറ്റി. കാണൻ രൂബേനെ, നീ യോസപ്പിനെ സഹായിച്ചാൽ വീണ്ടും അപ്പൻ്റെ അരികിൽ കൊണ്ടുപോകും. എന്നാൽ എൻ്റെ ദൈവം യോസപ്പിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് തിരിച്ച് അവിടെ കൊണ്ടിറക്കാനല്ല, സിംഹാസനത്തിക്കാനാ. ചിലർ നിന്നെ കൈവിടുന്ന നല്ലതിനാ, ചിലർ നിന്റെ തലമുറയെ കൈവിട്ടത് നല്ലതിനാ. എല്ലാവരും സ്തോത്രം പറഞ്ഞു ഇന്ന് രാത്രി. മക്കളെ, നിന്നോട് ദൈവാത്മാവ് ഞാൻ പറയുക, നിന്റെ തലമുറയെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞവർ, അമേരിക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞവർ, UK കൊണ്ടുപോകാന്ന് പറഞ്ഞവർ, നിന്റെ കുഞ്ഞിനെ കെട്ടിക്കാന്ന് സഹായിക്കാന്ന് പറഞ്ഞവർ കൈയൊഴിഞ്ഞോ? സമയത്ത് കൈവിട്ടോ?
ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, ഇവരാരുമല്ല നിന്റെ തലമുറ ഉയർത്തിയത്. സർവശക്തൻ നിന്റെ തലമുറ ഉയർത്തിയെന്ന് പറയണ. ഒന്നുകൂടെ കരമടിച്ച് ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ചിലരൊക്കെ കൈവിട്ടതിനായി സ്തോത്രം പറ. ചിലരൊക്കെ കൈ ഒഴിഞ്ഞതിനായി സ്തോത്രം പറ. ആമ്പിള്ളാരെ ദൈവം കാര്യം കയ്യേൽപ്പിക്കും. എനിക്ക് ഒന്ന് ചർച്ച ബോർഡിൻ്റെ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ തമ്പുരാനെ അടക്കേണ്ടിയിരുന്നു, യേശു കർത്താവിനെ അടക്കേണ്ടതായിരുന്നു. പക്ഷേ 5 മിനിറ്റ് മുമ്പോട്ട് പോകും കേട്ടോ. ദൂത പരിശുദ്ധാത്മാവ് നമുക്ക് പിടിച്ചിരുത്താൻ നല്ലത്. ഈ അടക്കേണ്ടത് ആരായിരുന്നു? പത്രോസായിരുന്നു. യേശു അപ്പച്ചനെ അടക്കേണ്ടത് പത്രോസാ. അവൻ കാലുമാറി. ഞാനത് വായിക്കുമ്പോൾ കരയും. ആ രാത്രിയിൽ യേശുവിന് ആരുമില്ലെന്ന് വന്നു. എനിക്കാരുമില്ല, അവനാരുമില്ലെന്ന് വരും. കൂടെ ചാകാൻ നടന്ന പത്രോസും കുവിതവാദം പറഞ്ഞ അന്ത്രോസും എല്ലാം ഓടിപ്പോയി. അവനാരുമില്ലെന്ന് വന്നു. അല്പനേരം നിനക്കാരുമില്ലെന്ന് വരും, പക്ഷെ നിനക്കാരുമില്ലാതെ വരില്ല. 10 വർഷം മുമ്പ് ഈ സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ച ദൂത, നിനക്കാരുമില്ലെന്ന് വരില്ല. ആരെയെങ്കിലും ദൈവം സമയത്ത് നിനക്ക് വേണ്ടി ഒരുക്കും. കൈ ഉയർത്തി വാതർന്നോണ്ട് പറ, ദുഷ്ടപിശാചികൾക്ക് പറ, എന്നെ മോൻ നോക്കിയില്ലേലും മരുമോള് നോക്കിയില്ലേലും ആര് നോക്കിയില്ലേലും എന്നെ ദൈവം നോക്കും. ആരെയെങ്കിലും ദൈവം ഒരുക്കായി ഒരുക്കും. കരമടിച്ച് ശക്തിയോടെ അന്യഭാഷ സ്തോത്രം പറഞ്ഞ് പറ, ദൈവം ആരെയും ഒരുക്കുന്നേ. എനിക്കാരുമില്ലാതെ വരില്ല, നിനക്കാരുമില്ലാതെ വരില്ലമ്മേ. സ്തോത്രം. പത്രോസ് കൈയൊഴിഞ്ഞപ്പോൾ ദൈവം അരിമത്യക്കാരൻ യോസഫിനെ കൊണ്ടുവന്നു. പത്രോസേ, നീ എൻ്റെ കർത്താവിനെ കൈവിട്ടത് നന്നായി. നീ എൻ്റെ കർത്താവിൻ്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി എവിടെ കൊണ്ടടക്കുമായിരുന്നു? കടപ്പുറത്ത് കൊണ്ടടക്കുമായിരുന്നു. നീ ഒഴിഞ്ഞത് നന്നായി. ആമ്പിള്ളാര് കാര്യം കൈയേറ്റു. ഞാൻ നിന്നോട് ദൈവാത്മാവിൽ കുഞ്ഞെ പറയാം, മക്കളെ, ആരെങ്കിലുമൊക്കെ കൈവിട്ടെങ്കിൽ ഭാരപ്പെടരുത്. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലും വെച്ച് ഒഴിക്കെങ്കിൽ, കൈ ഒഴിഞ്ഞെങ്കിൽ ഭാരപ്പെടരുത്. കൈ ഏൽക്കണ്ടവൻ നിന്റെ കാര്യം കൈയേൽക്കും. കരുവാട്ടി സ്തോത്രം പറ. ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ പാസ്റ്റർ എബിയുടെ ഉൾപ്പെടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ചിലരൊക്കെ ചില അസന്നിഗ്ധ ഘട്ടങ്ങളിൽ കൈവിട്ടു, കൈ ഒഴിഞ്ഞു. അത് നന്നായി. തമ്പുരാൻ കൈയേറ്റു. ഇന്ന് കൈയോടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നമ്മുടെ വിഷയം തീരണം. ഫിലിപ്പോസ്, ആരൊതുക്കാൻ നോക്കിയാലും നിന്നെ എത്തിക്കും. ദൈവം നിനക്കൊരു സൂക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. മെഡിറ്റേറിയൻ സമുദ്രത്തിൽ എത്ര വേൽഷാർക്ക് ഇനത്തിൽപ്പെട്ട നീലത്തിമിംഗലം ഉണ്ടെങ്കിലും ഒരു നീലത്തിമിംഗലത്തിന് ദൈവം ഏൽപ്പിച്ചതാണ് യോനയെ വിഴുങ്ങാൻ. ആലോചന സ്പെസിഫൈ ചെന്നു. നീ ചെയ്യേണ്ട സൂക്ഷ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കും. രണ്ടാമത് സമയം പോയി. ശമരിയ പട്ടണം. എന്താ ശമരിയ പട്ടണ പ്രത്യേകത? ആ ശമരിയക്കാരുമായി ഇസ്രായേൽ മക്കൾക്ക് പറ സമ്പർക്കമില്ലായിരുന്നു. അവർ നേരെ പോകത്തില്ല, കടകെ പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ശമരിയ കയറണമെന്ന്. ശക്തി ലഭിച്ചിട്ട് ഇശയിലും യഹൂദനും ശമരിലും ഭൂമിയിൽ അറ്റത്തോളം ശമരി എന്ന് പറഞ്ഞു. ശമരിയക്കാർ സ്ത്രീ പറഞ്ഞു, യഹൂദൻ നീ യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, സുവിശേഷം ജാതിയില്ല, സുവിശേഷം മതമില്ല, സുവിശേഷം വർഗമില്ല, വർണ്ണ വ്യത്യാസമില്ല. നിങ്ങൾ കൈയാട്ടി സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഈ ഞാൻ സൗദി അറേബ്യയിലൊക്കെ പലവട്ടം പോയിട്ടുണ്ട്, നിങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് തിരിയുന്ന മദീന റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ മുസ്ലിങ്ങളല്ലാത്തവർ ഈ റോഡിലോട്ട് എന്ത് ചെയ്യരുതെന്ന് പാസ്റ്റർ കണ്ടിട്ടില്ലേ? കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ചില ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ചിലയിടത്ത് പെണ്ണുങ്ങൾക്ക് പ്രവേശനം, നമ്മൾ സ്തോത്രം പറയുന്നത്, സ്ത്രീകൾക്ക് പ്രവേശനം, ചിലയിടത്ത് പ്രവേശനമില്ല. എന്നാൽ വേദവസം പറഞ്ഞു, നാട്ടുകാരെ കേട്ടോ, ബൈബിൾ പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. സുവിശേഷം ജാതിയില്ല, മതമില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല. 49 സങ്കീർത്തനം, സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ, സകല ഭൂസിവാസികളുമായുള്ളവരെ കൈക്കൊൾ ചെവിക്കൊള്ളുവീൻ. സാമാന്യജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ സുവിശേഷ ജാതിയില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല. സകല ഭൂസിമാവാസികൾക്കും വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗമുണ്ടെങ്കിൽ കയ്യുയർത്തി പറ, യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കയ്യടിച്ച് ദൈവത്തെ സൂചിച്ചോണ്ട് പറ, യേശു എന്ന നാമം
ഇവിടെ ഉയർത്തുക. സുവിശേഷം ജാതിയും മതവും വർഗമൊന്നുമില്ല. സുവിശേഷം അല്ലെങ്കിൽ ദൈവസഭ സകല മത്സ്യങ്ങളും പിടിക്കുന്ന വലയാണ്. അതൊക്കെ ഞാൻ പറയണമെന്നുണ്ടായിരുന്നു. ദൈവസഭ എല്ലാ മൃഗജങ്ങളും ചേർന്ന തൂപ്പട്ടിയാണ്. പൗലോസിന് പറഞ്ഞ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. ദൈവസഭ ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുന്നവനല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീരുന്നവനാണ്. വെളിപ്പാട് ദിവസം പറഞ്ഞു, കുഞ്ഞാടേ പറ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ട ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. ദൈവസഭ സകല ജാതിയിൽ നിന്നും സകല ഭാഷയിൽ നിന്നും സകല ഗോത്രത്തിൽ നിന്നും വന്നവരാ. ഇതിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കളെ നോക്ക്. CSA ഉണ്ട്, CMSA ഉണ്ട്, SNDP ഉണ്ട്, NSS ഉണ്ട്, എല്ലാ വകയും ഇതിനകത്തുണ്ട്. നമ്മൾ ഗോത്രം പറഞ്ഞില്ലല്ലോ. നിന്റെ സഭയിൽ ഒരു ജാതിക്കാരെ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ സഭ ദൈവസഭ അല്ലെന്നാണ്. ദൈവസഭയാകുന്നത് ഒരു ജാതിയിൽ നിന്ന് പെറ്റുപരുകുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീരുമ്പോഴാണ്. ഞങ്ങൾ കാര്യം പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ നോക്കിയേ, എല്ലായിടത്തും നിന്ന് എങ്ങോട്ടാണ് ഒഴുകി വരുന്നേ? ഒന്ന് പറ പാസ്റ്ററേ. പെന്തക്കോസ്തിലോട്ട് അല്ലേ? അതാണ്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇവിടുന്ന് വന്നവരാ. ഞാൻ പറഞ്ഞോ, CSA, CMS, യാക്കോബ, മർത്തോമ, കത്തോലിക്ക, വേർപാടിൽ നിന്ന് വന്നവൻ വരെ. അപ്പോൾ ഇപ്പം മിക്കവാറും വേർപാടുകാരായി മാറുക. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ വേർപാട് ഹോളിൽ ചെന്നാൽ, ദയവായി നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്ന ആളിവിനകത്ത് പോലെ ഉണ്ട്. ബ്രദർ ഹോളിൽ ചെന്നാൽ ഒറ്റ പെന്തക്കോസുകാരെ കാണത്തില്ല. പക്ഷെ പെന്തക്കോസുകാളി വന്ന മുറയിപ്പം വേർപാടുകാരാണ്. നീ പെന്തക്കോസ് ഹോളി വന്ന് വേർപാടുകാരനായി ഇരിക്കരുത്. ഇതിനകത്ത് വന്ന് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കണം. കൈ ഉയർത്തിയാട്ടി ശക്തിയോടെ സ്തോത്രം പറയാം. അപ്പം ഇതേ ഈ നോഹയുടെ കാലം ഞാനൊരു പ്രസംഗിക്കാറുള്ളൂ. എൻ്റെ ഹിറ്റ് പ്രസംഗവും ഹിറ്റ് എഴുത്തുവാണ് നോഹയുടെ കാലം. അപ്പോൾ ഈ നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. അതിനർത്ഥം എന്തുവാ? നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ജാതി മൃഗമുണ്ട് അല്ലേ? ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്, എല്ലാം ഉണ്ട്. ദൈവസഭയാണെന്ന് എല്ലാം കൂടെ പേരുമ്പോഴാണ് എല്ലാം ഉണ്ട്. ഏത് പെട്ടകത്തിൽ? ദൈവസഭയ്ക്കകത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ഈ പെട്ടകത്തിലെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം മാനസാന്തരപ്പെട്ടതായിരുന്നു. അങ്ങനെ ആമേൻ പറ. ആന കാട്ടിലെ രാജാവാണ്. ആന കാട്ടിലെ വലിയ മൃഗമാണ്. പക്ഷെ പെട്ടകത്തിനകത്ത് കയറി ഞാൻ ആനയാ ഊനയാണെന്നും പറയരുത്. സിംഹം കാട്ടിലെ രാജാവാണ്. ഒറ്റ അമററിയാൽ എല്ലാം ഞെട്ടും. പക്ഷെ പെട്ടകത്തിനകത്ത് കയറി അമറരുത്. ഈ മർമ്മം അറിയാതെ പെട്ടകത്തിനകത്തും കയറി കിടന്ന അമറുകല്ലയോ. അതാ പറഞ്ഞാലേ പറയാൻ പോവാ. കുറുക്കച്ചാര് പെട്ടകത്തിൽ കയറാൻ വരുമ്പം നോഹയെ പറ്റി പറയാൻ താങ്ക്സ്, വന്നതിൽ നന്ദി. മാനസാന്തരപ്പെട്ടതാണോ? ഇതിനകത്ത് കോഴിയുണ്ട്. മാനസാന്തരപ്പെടാത്ത ഒരൊറ്റ കുറുക്കൻ കയറിയാൽ മതി, സകല കോഴി എന്തിനിട്ട് പോവും. ദൈവദാസന്മാരെ ആളെ കൂട്ടാൻ വേണ്ടി ഗുണപ്പെടാത്ത കുറുക്കന്മാരെ കയറ്റരുത്. സകല കോഴി എന്തിന് അവസാനം നിന്നെ നിന്നിട്ടാൻ പോവും. ദൈവസഭ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. കൈയടിച്ച് സ്തോത്രം പറഞ്ഞോ. ദൈവസഭ അളവിലല്ല ഗുണത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പം മാനസാന്തരപ്പെട്ടതാ. ഇതിനകത്തുള്ളതല്ല മാനസാന്തരപ്പെട്ട. അപ്പോൾ ദൈവസഭ ഇന്നാരെ ഇങ്ങോട്ട് വരാവണമെന്നും പറയരുത്. അതൊക്കെ സമയമുണ്ട്, ഞാൻ വിവരിച്ചതന്നെ. വൈറ്റ് കോളറുകാരെ വരത്തുള്ളൂ. നാളെ ഒരു പാസ്റ്ററോട് ഒരു സ്നാനപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഒരാൾക്ക് വേണ്ടി, അപ്പച്ചൻ പറഞ്ഞാൽ തോന്നില്ല, ഒരാൾക്ക് വേണ്ടി വെള്ളത്തിൽ മെനക്കെടുന്നത് എന്തിനാന്ന്? ഒരാൾക്ക് വേണ്ടി തുണി നനയ്ക്കുന്നത്, ഷർട്ട് നനയ്ക്കുന്നത് എന്തിനാ? ഇവിടെ ഒരാത്മാവിൻ്റെ വില ഭൂലോകത്തേക്കാ വിലയാ. നീ വിശ്വാസത്തോടെ ഒരാൾക്ക് വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പം ദൈവം പുറകാലെ ആളെ കൊണ്ടുവരുവന്നേ. ഒന്ന് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറ. ഇത് സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. സുവിശേഷം ജാതിയും മതമൊന്നുമില്ല. അങ്ങനെ ഫിലിപ്പോസ് ശമര്യപട്ടണം ചെന്നു. അവൻ സുവിശേഷം പ്രസംഗിച്ചു. നമുക്ക് നിർത്തണമല്ലോ 9-നെങ്കിലും. അവിടെ എഴുതിയിരിക്കുന്ന അവർ വിശ്വസിച്ചപ്പോൾ അവർ സ്നാനപ്പെട്ടു. വലിയൊരു കൂട്ടം വന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സുവിശേഷം രൂപാന്തരം വരുത്തുന്നതാണ്. സുവിശേഷം സന്തോഷം വരുത്തുന്നതാണ്. സുവിശേഷം മാറ്റം വരുന്നതാണ്. കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം പറഞ്ഞ് സന്തോഷം വരുന്ന ആഫ്രിക്കയിൽ ഇത് യാഥാർത്ഥ്യമാണ്. ആഫ്രിക്കയിലെ അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ചും അവിടുത്തെ പക്ഷികളെക്കുറിച്ചും അവിടുത്തെ കാട്ടുജാതികളെക്കുറിച്ചും ഒക്കെ പഠിക്കാനായി ഒരു സംഘം അമേരിക്കൻകാർ ആഫ്രിക്കയിൽ പോയി. ഉൾഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കുടിൽ മുമ്പിൽ ഒരു വയോവൃദ്ധൻ അപ്പച്ചൻ അല്പവസ്ത്രമൊക്കെ ഉള്ളെങ്കിലും അയാളെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. അയാൾക്ക് ആരോ കൊണ്ട് കൊടുത്ത ബൈബിളാണ്, കറുത്ത പുസ്തകം. ഉടനെ ഈ സംഘത്തിൽ ഒരുത്തൻ ചോദിച്ചു, എടാ ഈ നൂറ്റാണ്ടിലും ഈ കുഗ്രാമത്തിൽ ഈ പുസ്തകം വായിക്കുന്നുണ്ടല്ലോ, ഇത്രയും കാലമായിട്ടും ഈ ബൈബിൾ വായിക്കുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പച്ചൻ കേട്ടു.
ആഫ്രിക്കൻ അപ്പച്ചൻ കൈക്ക് പിടിച്ച് എല്ലാത്തിനും കൂടെ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടിലിൻ്റെ പുറകിലോട്ട് കൊണ്ട് നോക്കിയിട്ട് അവിടെ തലയോട്ടികൾ കുന്നുകൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, കേട്ടോ ഈ പുസ്തകം ഇവിടെ വന്നില്ലായിരുന്നില്ലേ, ഈ തലയോട്ടി കണ്ടോ, നീയും ഇതുപോലെ നായനെ, നീ നിന്റെ അത്താഴക്കലത്തിൽ കിടന്ന് തിളച്ചേനെ, എന്നെ മാറ്റിയത് സുവിശേഷമാ. കൈയടിച്ച് സ്വതന്ത്രം പറ. പെരുമ്പാവൂക്കാരെ, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കാരണം മക്കൾ അമേരിക്ക പോയത് കൊണ്ടല്ല, പേർഷ്യ പോയതല്ല, ഞങ്ങൾക്ക് രൂപാന്തരം തന്ന യേശുവിന്റെ സുവിശേഷമാണ്. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയും. സുവിശേഷം മാറ്റം വരുത്തുന്നതാണ്. അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത പാരഗ്രാഫ് 8-ാം അധ്യായം നമ്മൾ കുറിച്ച് തന്നിട്ടുണ്ടല്ലോ. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട്. എന്നാൽ ശീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവിടെ 2 തവണ അവനെ ഭ്രമിപ്പിച്ചെന്നുണ്ട്. പക്ഷേ അവിടെ അവൻ ഭ്രമിച്ചെന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ എടുത്തു വായിക്കേണ്ടതായിരുന്നു, സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങളാണ്. ഈ പീലിപ്പോസ് അവിടെ ചെല്ലും മുമ്പ് 2 വൻപന്മാർ അവിടെ ചെന്നതാ. 2 പേരും പ്രസിദ്ധിയുള്ളവർ ചെന്നവരാ. അതുകൂടെ ഒന്ന് വായിച്ചേ, ജസ്റ്റ് ഒന്ന് വായിച്ചേ. 9:51. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്. അവിടെ പോയത് ഉറക്കെ പറഞ്ഞ ദൈവസന്മാർ ആര് പോയി? ആര് പോകും മുമ്പ്? പീലിപ്പോസ് പോകും മുമ്പ് 2 വമ്പന്മാർ പോയതാ. ഞാൻ ഇന്ന് രാത്രി അത് വിടാൻ പരിശുദ്ധാത്മ സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ നിയോഗത്താൽ ദൈവം നിന്നെയോടെ തയച്ചാൽ വമ്പന്മാർ പോയിട്ടൊന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. നിന്നേക്കാൾ പേരും പെരുമയും പ്രസിദ്ധിയുമുള്ളവൻ പോയിട്ടൊന്നും നടക്കാത്തിടത്ത് ഒരു പേരുമില്ലാത്ത നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ദൈവദാസ, 2 ഉമ്രാന്തമാർ അവിടെ ചെന്നതാ. ചെന്നിട്ട് ഒന്നും നടന്നില്ല. അപ്പൊ അവരെന്നാ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. നിങ്ങൾ കുഞ്ഞിരിക്കുന്നത് നോക്ക്. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. എന്നിട്ട് നിങ്ങൾ ഏത് ആത്മാവിന് അധീനം പറഞ്ഞ എന്നാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഭാവിശാലി അല്ലേ? ശാസിക്കുന്നത് അങ്ങനെ ശാസിക്കണം. പണ്ടൊരാൾ ശാസിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് വായു വെപ്പുവല്ല എന്ന് പറഞ്ഞത്. വലിയ ശക്തിയോട് ഇങ്ങോട്ട് വന്നു. പിന്നെ നീ അങ്ങ് വലിയ ശക്തിയൊന്നും പ്രയോഗിച്ചാലേ അവൻ പോകുന്നൊന്നും ചിന്തിക്കണ്ട. ആത്മനളവുണ്ട്, വലിയ ശക്തിയൊന്നും നീ പ്രയോഗിക്കണ്ട, സാധാ ശക്തി മതി. അനക്കമില്ലല്ലോ. പണ്ടൊരു ബൈബിൾ കോളേജിൽ പിശാചി കയറി. അപ്പം നിങ്ങൾ തോന്നുന്ന പിശാചി ബൈബിൾ കോളേജ് കയറുമെന്നല്ലേ? അവസരം കൊടുത്താൽ എവിടെയും കയറും. ജനറൽ ബോഡി ഉള്ള ദിവസം നേരത്തെ അവൻ വരും, കമ്മിറ്റിയുള്ള ദിവസം. അതുകൊണ്ട് ഒരു അമ്മച്ചി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ, കർത്താവേ, സാത്താൻ തൻ്റെ സൂത്രം ഓണാക്കും മുമ്പ് നീ അതങ്ങ് ഓഫാക്കണേ. എവിടെയും വരും. അപ്പം ഒരു വലിയ ആളും ഇങ്ങോട്ട് വന്നിട്ട് ഐ കാസ്റ്റ് ഔട്ട് ഡീമൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അവിടെ സാത്താൻ പറഞ്ഞു ഇയാൾ പോവും, ഞാൻ പിന്നെ പോവാന്ന്. പുള്ളി വിചാരിച്ച സാത്താൻ ഇംഗ്ലീഷ് പേടിയാന്ന്. നിൻ്റെ എത്ര ഭാഷ അവനറിയാമെന്നറിയാമോ? ഇംഗ്ലീഷൊന്നും അവന് പേടിയില്ല. നിൻ്റെ മേൽ അഭിഷേകമുണ്ട്, അവൻ നിൽക്കില്ല. എത്ര നോക്കിയിട്ടും പോകുന്നില്ല. ഒടുവിൽ ഒരാൾ വന്ന് പറഞ്ഞെന്നാ പറഞ്ഞത്, പ്ലീസ് സായിപ്പ ദയവായി ഒന്ന് പോയി തരണേന്ന്. ഇവിടെ ആരുടെ മേൽ കയറിയെന്നാ? പറവാസന്മാർ ആരുടെ മേൽ കയറിയെന്നാ? യാക്കോവിൻ്റെ മേൽ, യോഹൻ്റെ മേൽ ആര് കയറിയെന്നാ? വേറെ ആത്മാവ്. നിങ്ങൾക്ക് ധൈര്യമില്ലല്ലോ ഒന്നുമില്ല. കർത്താവിൻ്റെ കൂടെ നടന്നവൻ എന്നാ കയറി? വേറെ ആത്മാവ്. അപ്പം വല്ലപ്പോഴും സഭായത്തിന് വരുന്നവർ കയറാതിരിക്കൂ. ഈ പത്രോസ് വലിയ കാര്യം പറഞ്ഞു, കർത്താവേ നിനക്കങ്ങനെ ഭാവിക്കല്ല. ഇതൊക്കെ ഇച്ചിരി സമയമെടുത്ത് പറയണ്ട, കൈക്ക് പിടിച്ച് മാറ്റിക്കൊണ്ട് നിനക്കങ്ങനെ. കർത്താവ് പറഞ്ഞു, എൻ്റെ പത്രോച്ചാ നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോടാ. കർത്താവ് ഭവിഷാദി എന്ന് പറഞ്ഞു. അങ്ങനല്ലേ പോസാത്താനെ അല്ലേ? അപ്പം പത്രോസിൽ കയറി. അവസരം കൊടുത്താൽ ഏത് അപ്പോസ്തലനിലും ഏത് പ്രവാചകനിലും പിശാച് കയറും. അവസരം കൊടുക്കരുത്. ഇനി എത്ര നാളാണ് നമുക്ക് ഈ പ്രസംഗിക്കാനൊക്കെ കിട്ടുന്നത്? ആരെ പേടിച്ചാ സുവിശേഷം പ്രസംഗിക്കാൻ മടിക്കുന്നത്? ഇവിടെ നിന്നെ വിളിച്ച കർത്താവല്ലേ അല്ലേ? ഈ ഭീമാനച്ചൻ എല്ലാ കൺവെൻഷനൊന്നും വരുമെന്ന് നിങ്ങൾ ധരിക്കൊന്നും വേണ്ട. എനിക്ക് പോകാൻ നേരവും ഇല്ല. പക്ഷേ ഉള്ളത് ഒരു ദിവസവും ജീവിച്ചുള്ളതിലും സത്യം പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കയ്യൊന്ന് ഉയർത്തിയാടി സ്വോത്രം പറഞ്ഞേ.
പിശാച് മഹാപർവ്വതമാണ്, വിനാശപർവ്വതമാണ്. അവൻ ഇടം കൊടുക്കരുത്, അവൻ ചതിക്കുന്നവനാണ്. അപ്പം ഇവിടെ അവസാനം നമ്മൾ വായിച്ചത്, അതുവരെ ഭ്രമിപ്പിച്ചവൻ ദൈവത്തിൻ്റെ അഭിഷക്തൻ നിന്നപ്പോൾ അവൻ വിറയ്ക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. നീ മന്ത്രവാദിയെ കണ്ട് വിറയ്ക്കരുത്, മന്ത്രവാദി നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ആഭിചാരകനെ കണ്ട് വിറയ്ക്കരുത്, ആഭിചാരകൻ നിന്നെ കണ്ട് വിറയ്ക്കണം. നീ ശുദ്രക്കാരനെ കണ്ട് വിറയ്ക്കരുത്, ശുദ്രക്കാരൻ നിന്നെ കണ്ട് വിറയ്ക്കണം. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഞാൻ വാക്ക് പറഞ്ഞതിന് നിങ്ങൾ ഒന്നിച്ച് പറയണം. എല്ലാ കൈയൊന്ന് ഉയർക്കണം മക്കളെ, കൈയെല്ലാം ഒന്ന് ഉയർത്തി. ഞാൻ പറയുന്ന ഒന്നിച്ചൊന്ന് വിളിച്ച് പറ, അങ്ങ് കേൾക്കത്തണം. നമ്മോടുകൂടെ ഉള്ളവൻ, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു, വലിയവനാകുന്നു. എന്താ പറഞ്ഞ? നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. ഈ ഗ്രൗണ്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്നോടുകൂടെ അധികം ആരും കാണില്ല. MLA MP ഒന്നും നിന്റെ കൂടെ ഇല്ലായിരിക്കാം, നിന്റെ കൂടെ ഹല്ലേലൂയ അത്തിരി മന്ത്രവാദി ഇല്ലായിരിക്കാം, നിന്റെ കൂടെ 300 കോടി ഇല്ലായിരിക്കാം. നിന്റെ കൂടെ ഒരുവനേ ഉള്ളൂ, അവൻ എല്ലാവരെക്കാൾ വലിയവനാകുന്നു. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്. നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. വലിയവനാകുന്നു. അഭിഷേകത്തിന് അധികാരമുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം, പ്രാർത്ഥിക്കാൻ പോവാ. അഭിഷേകത്തിന് അധികാരമുണ്ട്. ഈ യൂണിവേഴ്സ് നിയന്ത്രിക്കുന്ന 3 ശക്തികളാണ്. ഒന്ന് പവർ, 2 അതോറിറ്റി, 3 സോവർണിറ്റി. ശക്തി, അധികാരം, പരമാധികാരം. ശക്തിയാണോ വലുത്, അധികാരമാണോ വലുത്? ശക്തി, അധികാരം ഏതാ വലുത്? പെരുമ്പാവൂർ ജംഗ്ഷനിൽ ഒരെല്ലാം പോലീസുകാരൻ സ്റ്റോപ്പ് എന്നെഴുതിയ സംഭവം കൊണ്ട് അവിടെ നിൽക്കുമ്പം ഇതിലേക്കൂടെ പോകുന്ന ട്രക്കുകൾ ഞരങ്ങി അവിടെ നിൽക്കും. പോലീസുകാരൻ ഇടിച്ച് തെറിപ്പിച്ച് ചമ്മന്തിയാക്കി പോകാനുള്ള ശക്തി ട്രാക്ടിനുണ്ടെങ്കിലും ട്രാക്ടറിനുണ്ടെങ്കിലും സഹോദരം അധികാരം പോലീസുകാരന്. ശക്തി അധികാരത്തിന് കീഴടങ്ങും. പിശാചിന് ശക്തി ഉണ്ടെങ്കിൽ അവൻ്റെ മേൽ അധികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ തലമുറ അധികാരത്തോടെ എഴുന്നേൽക്കണം, അഭിഷേകത്തോടെ നിൽക്കണം. നമ്മെ ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നതേ കേവലം ചില അന്യഭാഷകൾ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല. നിന്റെ ഏകാന്തതകളിൽ നിന്നെ തകർക്കാൻ വരുന്ന പാപത്തിൻ്റെ ഭോഗേച്ഛകളെ വലിച്ചു കീറാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള റോക്കറ്റിനെ ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലോ നമ്മളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഈ ആത്മാവ് വ്യാപിക്കുമ്പോൾ നമ്മൾ ഈ മേളോട്ടും താഴോട്ടും കുതിക്കാൻ കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുമ്പോൾ ഇത് അകത്ത് റോക്കറ്റ് കുതിക്കുക. എന്നെ വിട് ഞാൻ പോകട്ടെ, എന്നെ വിട് ഞാൻ പോകട്ടെ. അപ്പം ജഡം പിടിച്ച് വിടുക, ഇവിടെ കടാ. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷൻ അവസാന രാത്രി ഒരിക്കൽ നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും. നമ്മൾ ഹല്ലേലൂയ സാത്താന്യ ശക്തിയെ വെല്ലുവിളിക്കും. നാം പറന്നുയരും. എല്ലാവർക്കും എഴുന്നേൽക്കുക. ആരും ഗ്രൗണ്ടിൽ നിന്ന് പോരുത്, എല്ലാവർക്കും എഴുന്നേൽക്കുക. ഈ രാത്രി ദൈവം തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കാനാ. ഈ രാത്രി നീ ഇതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഈ രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വിശ്വാസമുണ്ടോ? അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം വലിയ ചെയ്യും. കർത്താവിൻ്റെ അഭിഷേകത്തിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ആവശ്യമുള്ള കരം ഉയർത്തിപ്പിടിച്ചേ. ഏത് വിഷയമാകട്ടെ, ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ രഹസ്യമായി കരയുന്നതിന് പരസ്യമായി ഉത്തരം നൽകണം. അവിടുത്തെ കരവരെ തൊടണം. ഈ രാത്രി ഒരു വിടുതൽ ഇവിടെ ആരാധിക്കുമ്പോൾ വെളിപ്പെടണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈ ഉയർത്തിയാടി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ചിലതൊക്കെ കാണും. ഇതാ നോക്കിയുടെ കാലം, ദൈവനായവിധികൾ, ഞാൻ മടങ്ങും ദൈവം, ബൈബിൾ പ്രൊഫഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ലേറ്റസ്റ്റ് പുസ്തകം എൻ്റെ ആത്മകഥയാണ്. വൻ കൃപയുടെ തണലൻ ജീവിതം, 4 പതിറ്റാണ്ട് ദൈവം എന്നെ നടത്തിയ വഴികളാണ്. മറ്റെങ്ങും ഇത് കിട്ടില്ല, ഇവിടെ പുറകിലുണ്ട്, നിങ്ങൾ വേണേ വാങ്ങണം. ഞാനിപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നമ്മുടെ തലമുറ നമുക്ക് ശേഷിയുടെ ആത്മശക്തിയോട് നിൽക്കണം. അഭിഷേകവും അന്യഭാഷയും നമ്മുടെ തലമുറയ്ക്ക് അപമാനമല്ല, അഭിമാനമാകണം. നിങ്ങളുടെ സന്താനത്തിൽ ഒരാളെങ്കിലും യേശു കർത്താവ് തൻ്റെ വേലയ്ക്കായി വിളിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിളിച്ചാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാന്ന് പറയുന്നവർ കൈ ഉയർത്തിയ സ്തോത്രം പറഞ്ഞു. മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിലൊക്കെ എത്ര നല്ലതാണ് മക്കളെ വളർത്തി ദൈവത്തിന് കൊടുക്കുന്നത്. നിന്റെ മേൽ വ്യാപൻ ഞാൻ അവിടെ ചെയ്ത് നീ ഇതാകുന്ന ഹോവിയറിൽ ചെയ്യുന്നു. നിന്റെ മേലുണ്ട് ആത്മാവും, നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ല. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നമ്മുടെ സന്താനത്തിന് മേൽ വ്യാപരിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ക്യാമ്പ് ഇതിനോട് വിളിച്ചാൽ എനിക്ക് നേരമില്ലായിരുന്നു. അവർക്കറിയാം, ഞാൻ തിരുവനന്തപുരത്തെ നമ്മുടെ ക്യാമ്പിൽ വലിയ ആത്മവ്യാപാരമുണ്ടായി. ഞാൻ കർണാടക സ്റ്റേറ്റ് കൺവെൻഷൻ പ്രസംഗം ഞാൻ വിളിച്ചില്ല.
എല്ലാവരും ഇറങ്ങി ഓടിയാൻ തുടങ്ങി. മക്കളും കൊണ്ട് ഓടി വരാൻ കുവൈറ്റിൽ വലിയ ആത്മപ്രവാഹം. കർത്താവിനോട് പറയും നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. 25 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും മുമ്പോട്ട് വരിക. എല്ലാവരും ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ അമ്മമാരെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടേ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് വന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. മക്കളെല്ലാം ഇനി വന്നേ. ഓടി 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 സമയം പോകുന്നു. അഭിഷക്തന്മാരെല്ലാം ഇങ്ങോട്ട് കയറി നിന്നേ. നമ്മുടെ തലമുറ നമുക്ക് ശേഷം കർത്താവിന് വേണ്ടി നിൽക്കണം. അവർ അഭിഷേകം പ്രാപിക്കണം. ഇന്ന് രാത്രി 10 മിനിറ്റ് പോകുന്നതിനേക്കാൾ ഓടി വാ മക്കളെ, ഓടി വാ മക്കളെല്ലാം, ഓടി വാ. അവർക്ക് വേണ്ടി ദൈവം തലമുറകൾക്ക് വേണ്ടി വഴി തുറക്കട്ടെ. ഓടി വാ ഓടി വാ ഓടി ഓടി വാ. ഓഷമറകനിയ സന്ധനതയ. നിങ്ങളെന്നെ നോക്കുക. മക്കൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇച്ചിരി സമയം എടുത്ത് ചെയ്യേണ്ട സൂക്ഷിയായത്. മാതാപിതാക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്ക്. സമയം പോകുന്നു. ഇങ്ങോട്ട് നോക്ക്. മക്കളെ നിർത്തിക്കേ. പാസ്റ്റർമാരെ അവരെ ഒന്ന് റെഡിയാക്കി നിർത്തിയേ. നിങ്ങളൊന്ന് ഇറങ്ങുന്നേ. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾക്ക് നോക്കി നിൽക്കുന്നത്. അവരെ ഇങ്ങോട്ട് അടുപ്പിച്ച് നിർത്തിക്കും. മക്കളെല്ലാം അടുപ്പിച്ച് നിർത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരുന്ത് കോഴിക്കുഞ്ഞിന് റാഞ്ചാൻ വരുമ്പോ തള്ളക്കോഴി ചാടി കൊത്തുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ വിട്ടുതരുമെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? നിന്റെ തലമുറയെ പിശാചിന് വിട്ടുകൊടുക്കരുത്. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശം ഇരിക്കില്ല. നിന്റെ മേലോ നിന്റെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർക്കും. ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ നമ്മുടെ തലമുറമേൽ ദുഷ്ടം വെച്ച് നുകങ്ങൾ തകർക്കപ്പെടാൻ പോകുകയാണ്. ഈ രാത്രി നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. മാതാപിതാക്കളെല്ലാം കൈകൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചാട്ട്. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചാൽ ഇന്ന് രാത്രി നിങ്ങളും അഭിഷേകം പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈ നീട്ടി. അഭിഷക്തന്മാരെല്ലാം കൈ നീട്ടിയാണ്.